ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. നോക്കൂ, ഇന്നൊരു ഈവനിങ് വൈബോട് കൂടിയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നമ്മളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുള്ള ആ ഒരു ദൃശ്യമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് ചെടികൾക്കൊക്കെ വെള്ളം നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ചെടികളൊക്കെ വാടി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് നമ്മളുടെ ഒരു കാഴ്ച കാണിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മളുടെ താമര ചെടിയിൽ ഒരു താമരപ്പൂവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മൊട്ടുണ്ടായിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. നാളെ മറ്റന്നാളായിട്ട് പൂർണ്ണമായിട്ടും അത് വിടർന്ന് വരും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും വിരിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഇത് നമ്മളുടെ ഗേറ്റിൻ്റെ റോഡിൻ്റെ ഭാഗത്തേക്കായിട്ട് വളർന്നു വന്നിട്ടുള്ള വലിയ ഇലകളുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പടർന്ന് പന്തലിച്ച് പോയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയണില്ല. പിന്നെ ഇത് നമ്മളുടെ വീടിൻ്റെ മുൻവശത്ത് ചട്ടികളിലായിട്ട് തൂക്കി വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ആണ്. പിന്നെ ഇത് നോക്കൂ, നമ്മളുടെ ഒരു കുഞ്ഞു മാവിൽ കുറച്ച് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അധികമില്ല, ചെറുതായിട്ട് മാങ്ങ കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചെടി പറഞ്ഞാൽ നമ്മളുടെ ഗീ റൈസിലൊക്കെ ഇടുന്ന ഒരു ലീഫാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളുടെ പൂച്ചവാല് പറയും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പൂച്ചവാൽ ചെടിയാണ്. ഒരുപാട് പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുറ്റത്ത് ഉള്ള ഒരു തെങ്ങാണ്. ഹൈറ്റ് കുറഞ്ഞൊരു തെങ്ങാണ് കേട്ടോ. അത് കുറഞ്ഞ ടൈമിൽ തേങ്ങ കായ്ക്കും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തേങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ മുന്നിലുള്ള ആ ഒരു മുളച്ചെടി ആണ് ആ കാണിച്ചിട്ടുള്ളത്. താമരമൊട്ട് മുകളിലേക്കാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഇനി 2 ദിവസത്തിനുള്ളിൽ എന്തായാലും വിരിഞ്ഞ് വരും പൂർണ്ണമായിട്ടും. പിന്നെ ഇത് നമ്മളുടെ ഹോസ്പിറ്റൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ പഴയ ബിൽഡിങ്ങാണ്. ആ ഒരു ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റായിട്ടുള്ളത് പഴയ ബിൽഡിങ്ങാണ്. പിന്നീടാണ് ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ പുതിയ ബിൽഡിങ്ങിലാണ് കൺസൾട്ടേഷൻ ഉള്ളത്. ഇവിടെ ഫുഡും കാര്യങ്ങളും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് പഴയ ബിൽഡിങ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ വീടുള്ളത് കേട്ടോ. പിന്നീട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മളുടെ മുളക് ചെടി വേറൊരു തരം മുളക് ചെടിയാണ് കേട്ടോ. മുളക് ചെടിയിൽ ഒരു വെള്ള കളറുള്ള മുളകാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വെള്ള കളറിലുള്ള മുളകുകളാണ് അതിലുണ്ടാവാറുള്ളത്. ഇത് നമ്മളുടെ ചെമ്പരത്തി, ഓറഞ്ച് നിറമുള്ള ചെമ്പരത്തി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ താമര വിരിഞ്ഞ് നിൽക്കുന്നതും മറ്റും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.